ഹായ് ഗായ്സ്, നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണേ. നമ്മുടെ നാട്ടിലും തൊടിയിലും ഉള്ള ചെടികളൊക്കെ വെച്ച് എങ്ങനെ ഗാർഡനിങ് ചെയ്യാമെന്ന് നോക്കിയാലോ? ഞാനേ എൻ്റെ ഓഫീസിൽ ഞങ്ങളുടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ് ഗാർഡനിങ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ നാട്ടിലെ പറമ്പിലും തൊടിയിലും കാണുന്ന ചെടികളാണ് ഇവിടെ ഗാർഡനിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചുകൂടാ? അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല മുറ്റമുണ്ടായിരിക്കും, പക്ഷേ കാശ് കൊടുത്ത് ചെടി മേടിക്കാൻ വയ്യാതിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ചെടികൾ വെച്ച് ഗാർഡനിങ് ചെയ്യാമെന്ന്. ഓക്കെ, ഈ കമ്മല ചെടി എല്ലാവർക്കും നാട്ടിൽ നല്ല പരിചയമായിരിക്കും അല്ലേ? അതേനെ, നല്ല മഞ്ഞപ്പൂ ഉണ്ടാവുന്ന കമ്മല ചെടി നാട്ടിലിത് പശുവിന് തിന്നാനായിട്ട് കൊടുക്കാറുണ്ട്. ദേ എത്ര മനോഹരമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നു നോക്കിയേ. ഇനി നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. എനിക്ക് എല്ലാ ചെടികളുടെയും പേരറിയില്ല കേട്ടോ, പക്ഷേ ഈ ചെടിയെല്ലാം ഞാൻ നാട്ടിൽ കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ പറമ്പുകളിലൊക്കെ വെറുതെ വളരുന്ന ചെടിയാണ്. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ അതൊന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്ക്. നിങ്ങൾക്കും ഇതുപോലെ മതിൽ കെട്ടി സ്ഥലം തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും ഗാർഡനിങ് ചെയ്യാവുന്നതാണ്. വലിയ പൈസ മുടക്കൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഇതെന്താന്ന് നോക്കി, നമ്മുടെ തൊടിയിലും പറമ്പിലും കാണുന്ന സാധാരണ ചെടി. ഈ ചെടീനെ നോക്ക്, ഇത് ചട്ടിയിലാക്കി എത്ര മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. അതിൻ്റെ അറ്റത്ത് ഇച്ചിരി ഒരു ഭംഗി വരാൻ വേണ്ടി വേറൊരു പൂ വെച്ച് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള ചെടികൾ വരുന്നുണ്ട് കേട്ടോ. ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതും വളരെ കോമൺ ആണ്, വളരെ കോമൺ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിങ്ങനെ സ്കൂളിലും വീട്ടിലൊക്കെ ചുമ്മാ ഇങ്ങനെ മണ്ണ് തിരിച്ച് ഈ ചെടി വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം ചട്ടിയിലാക്കിയിട്ട് വളരെ സൂപ്പറായിട്ട് ഒരു 3 റോ ആയിട്ട് 3 നിരയായിട്ട് ഇത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നല്ലൊരു ഐഡിയ ആയിരിക്കും. നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ വീടും പരിസരവും ബ്യൂട്ടിഫുൾ ആക്കാം. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മുളകാണ്. നോക്ക്, ഒരു 3 നിരയിൽ നിറച്ചും ഈ മുളകാണ് ഇവിടെ ഡെക്കോർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര സൂപ്പറാണെന്ന് അറിയുമോ? അതും എല്ലാത്തിലും നിറയെ മുളകാണ് കേട്ടോ. ചില മുളകൊക്കെ അധികം പഴുത്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ഐഡിയ. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന കൊങ്ങിണി. എല്ലായിടത്തും എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഇവിടെ നമുക്ക് ചുമപ്പും മഞ്ഞയും നിറത്തിലുള്ള കൊങ്ങിണിയാണ് കാണപ്പെടുന്നത്. ഒന്ന് ജസ്റ്റ് നോക്കി, നിങ്ങളുടെ വീടിൻ്റെ വഴിയുടെ 2 സൈഡിലും ഇത് വെച്ച് ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു റോയൽ ലുക്കാണ് വരുന്നത്. കണ്ടോ? ഇനി ഇതുപോലെ നിങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ.